ഹായ് ഹലോ. നമ്മൾ രാവിലെ ചായം തന്നെ നേരെ ഇറച്ചി മേടിക്കാൻ പോകാട്ടോ. ഇന്ന് വീട്ടിൽ ചെറിയൊരു നോമ്പുറയുണ്ട്. അങ്ങനെ ഇറച്ചിയൊക്കെ മേടിച്ച് തിരിച്ചു പറഞ്ഞ വഴിക്ക് വണ്ടിയുടെ പെട്രോൾ ഇടുന്നു ഗൈസ്. കഴിഞ്ഞ ആഴ്ച 30 രൂപയ്ക്ക് അടിച്ചാണല്ലോ. കയ്യിലായിരുന്നെങ്കിൽ വേറെ പൈസയൊന്നും ഇരിക്കുള്ളായിരുന്നു. പിന്നെ നടത്തം ആരോഗ്യത്തിന് നല്ലതാണല്ലോ, അങ്ങനെയുള്ളത് സമാധാനിക്കാം. അങ്ങനെ പൈസയൊക്കെ എടുത്തുകൊണ്ടുവന്ന് പെട്രോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതേ നിൽക്കണൂടാ നമുക്ക് വേണ്ടപ്പെട്ട 2 ആൾക്കാർ. എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. പിന്നെ അപ്പുറത്ത് നിൽക്കണ കുട്ടി അത് നമ്മുടെ ക്യാമറമാനാട്ടോ. അങ്ങനെ പെട്രോൾ ഒക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാട്ടോ. ഈ വണ്ടി ഫുള്ള് പെയിന്റ് അടിക്കാൻ വേണ്ടി മാസ്കയിലാട്ടോ നമ്മുടെ ഇന്നത്തെ ടാസ്ക്. അങ്ങനെ വർക്ക്ഷോപ്പിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ബാക്കിയും കൂടി ഒരു വണ്ടി എടുക്കാൻ പോകാട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടി പഞ്ചറായി ഗൈസ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങനെ പഞ്ചറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് വർക്ക്ഷോപ്പിന് ഒരു ടാറ്റ ബൈ ബൈ കൊടുത്തിട്ട് നമ്മൾ നേരെ വണ്ടി എടുക്കാൻ പോയിട്ടോ. അങ്ങനെ നേരെ പാച്ച് വർക്കിന്റെ വർക്ക്ഷോപ്പിലെത്തി. വണ്ടി വേറെ റെഡി ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടി എടുത്തോണ്ട് നേരെ തിരിച്ച് വർക്ക്ഷോപ്പിലേക്ക് പോയി. അങ്ങനെ വർക്ക്ഷോപ്പിലെ പരിപാടിയൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ നോമ്പറയ്ക്കുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ചെറിയ പരിപാടി കേട്ടോ, നമ്മുടെ കസിൻ ബ്രദേഴ്സ് മാത്രമുള്ള പരിപാടിക്ക്. അങ്ങനെ ഞാൻ പോയി വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അവരെ വിളിക്കാൻ പോകാട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആളെ പോയി പിക്ക് ചെയ്തു. വീട്ടിൽ കൂടെ ഒരു കാര്യം കൊടുക്കാൻ വേണ്ടിയാട്ടോ ഈ പട്ടിഷ കാണിച്ച് വലിയ ബാഗൊക്കെ ഇട്ടാണത്. അലയും വലിയ ഗൾഫാറിനെ അറിയിക്കാൻ വേണ്ടി ചെയ്താ. അംബാനിയേക്കാൾ വലിയ കോടീശ്വരനാണെന്നും നീ പൊക്കിയടിക്കണം. അടുത്താളെ വിളിക്കാൻ വന്നപ്പോൾ ആൾ ഉച്ചയായിട്ട് മറക്കതേ ഏറ്റവും കൂടി ഇല്ല. നമ്മൾ പോണ വഴിക്ക് കടയിൽ സാധനം മേടിക്കാൻ നിർത്തതാട്ടോ. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഇതുവരെ പല്ലും തേച്ചിട്ടില്ല, കുളിച്ചിട്ടുമില്ല. പക്ഷേ പട്ടിഷോയ്ക്ക് ഒരു കുറവുമില്ല. വീട്ടിലെത്തിയായി തന്നെ ഞങ്ങൾ കൂടി ഒരു ഡാൻസ് വീഡിയോ എടുക്കാൻ പോയിട്ടോ. വീഡിയോ ശരിയായില്ല കേട്ടോ, ഇനി ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ അതിൻ്റെ കുറ്റം അവരുടെ തലയിൽ കൊണ്ട് കിട്ടും. നമുക്ക് നോമ്പായതുകൊണ്ട് ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടാറില്ല കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ നോമ്പുറക്കാനൊക്കെ ടൈമായി. എല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പൊക്കെ തുറന്നു. ബാങ്ക് വിളി കേട്ടാലുടൻ തന്നെ അറ്റാക്ക് തുടങ്ങിക്കൊള്ളണം. അങ്ങനെ നിസ്കാരമൊക്കെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. എളിമാല ചെറുക്കനെ ഈ കൊല്ലം SLC ആട്ടോ. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ നോമ്പ് നമ്മൾ തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടു. അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ അല്ലേ. അങ്ങനെ തിരിച്ചു പറഞ്ഞ വഴിക്ക് കടയിൽ കയറി മൗണ്ടൻ ഡ്യൂ കുടിച്ചു. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോൾ കുറച്ച് ഡാൻസ് വീഡിയോ ഒക്കെ എടുത്തു. ഇത് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ലൊക്കേഷൻ റെഡി ആക്കണേ കേട്ടോ. അങ്ങനെ ഡാൻസ് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കൂർക്കം വിളിച്ചിടന്ന് തുടങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ ബൈ.